കൃപാസന അമ്മയ്ക്കും യേശുവിനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് സരസ്വതി പീഡി. ഞാൻ ചെങ്ങന്നൂരിനടുത്ത് മാന്നാറിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മൂത്ത മകൾ അഞ്ജന ഗോപി, അടുത്ത ഇളയ മകൾ ആർദ്രജി. 2016 എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മജ്ജ മാറ്റിവെക്കൽ അസുഖമായി രോഗമുണ്ടായി. അത് ഓപ്പറേഷൻ നടത്തണമെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ്, CMC വെല്ലൂർ, മലബാർ ക്യാൻസർ സെൻറ്റർ, ആശ്രം മെഡിസിറ്റി, ബിലിവേഴ്സ് എന്നീ ഹോസ്പിറ്റലുകളെല്ലാം ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞങ്ങൾ 2023 ജനുവരി 11-ാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടിയുടെ ഫലമായിട്ട് ഞങ്ങൾ ഈ 9 ആശുപത്രികളിലാണ് എൻ്റെ മൂത്ത മകൾക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് നടന്നത്. 46,50,000 രൂപ ഞങ്ങളുടെ മൂത്ത മകളുടെ ഓപ്പറേഷന് വേണമായിരുന്നു. അതേ അസുഖം തന്നെ എൻ്റെ ഇളയ മകൾക്കും ഉണ്ടായിരുന്നു. 2 പേർക്കും ഒരുപോലെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. 2 പേരും ഓപ്പറേഷൻ ചെയ്താൽ മൂത്ത മകളെ കിട്ടത്തില്ലെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിലൂടെ ഒരു കൃപാസന പത്രം ഇതുവരെ എനിക്ക് ആരും തന്നിട്ടില്ല. ഇത്രയും വർഷമായിട്ട് എനിക്ക് ആരും ഒരു കൃപാസന പത്രം തന്നിട്ടില്ല. ഞാൻ കൃപാസന പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഒരാളൊരു പത്രം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിലോട്ട് ഓടി വന്നത്. അവിടെ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മകൾക്ക് ഓപ്പറേഷത്തിനായിട്ട് 99 ലക്ഷം രൂപയാണ്. അമ്മ മാതാവ് ആ ഓപ്പറേഷൻ നടത്താതെ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ കുട്ടിക്ക് നോർമലാണ് കാണിക്കുന്നത്. അന്ന് ഞാൻ 2023 ജനുവരിയിൽ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ നേർച്ച വസ്തുക്കളായ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഞങ്ങൾ ദിവസവും എൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പെട്ടും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പെട്ടും. ഞാനൊരു ആശുപത്രിയിലെല്ലാം പോയി രോഗികൾക്കെല്ലാം ഉടമ്പടി തൈലം പെട്ടും. പത്രങ്ങളെല്ലാം ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കും, രോഗികളെ എല്ലാം കാണും. ആശ്രം മെഡിസിറ്റിയിൽ എല്ലാവർക്കും കൊണ്ട് ഞാൻ പത്രം കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷത്തിൻ്റെ ആവശ്യമില്ലാതെ രോഗങ്ങൾ മാറ്റിത്തന്നു. ഓപ്പറേഷൻ ചെയ്താൽ നിനക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും, മറ്റുള്ള രോഗങ്ങളിലേക്ക് നിനക്ക് പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയുടെ ഉടമ്പടി തൈലത്തിലൂടെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ രോഗം മാറ്റി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് നാക്കിന് അവൾക്കൊരു ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞ് ആ ബയോപ്സി ചെയ്തതിലൂടെയും ഞാൻ ഉടമ്പടി തൈലം അവിടെ ശരീരത്തിൽ നാക്കിലും എല്ലാം പുരട്ടുമായിരുന്നു. ആ ഉടമ്പടി തൈലം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. എൻ്റെ അമ്മയുടെ കാശ് രൂപം അത് അതിഭയങ്കരമായ പ്രൊട്ടക്ഷനാണ്. ഇതിലൂടെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ ഓപ്പറേഷൻ എൻ്റെ ഈശോയും അമ്മ മാതാവും മാറ്റിത്തന്നത്. ഇത്രയും അനുഗ്രഹങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുള്ള. രോഗങ്ങൾ ഇപ്പം ഞങ്ങളുടെ വീട്ടിലില്ല. എനിക്ക് കാലിലാണെങ്കിൽ വെരിക്കോസ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിയാതെ തന്നെ ഉടമ്പടി തൈലം പെട്ട് ഞരമ്പുകൾ കുറുകി ഇരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ വെരിക്കോസ് ഇല്ല. അതുപോലെ തന്നെ 23 വർഷങ്ങളോളമായി എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമായിരുന്നു. എനിക്ക് കട്ടിലേ കിടന്നാൽ കട്ടിൽ വട്ടം കറങ്ങുമായിരുന്നു. അതും എൻ്റെ ഉടമ്പടി തൈലത്തിലൂടെ എങ്ങനെയാണ് മാറിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് 3 മാസം ഛർദ്ദിലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ഉടമ്പടി മുടക്കിയില്ല. എൻ്റെ യേശുവിനെ കൈവിട്ടില്ല, എൻ്റെ അമ്മയെ കൈവിട്ടില്ല. ഞാൻ കട്ടിലേലിരുന്ന് കിടന്ന് ഞാൻ കൊന്ത ചൊല്ലുമായിരുന്നു. എൻ്റെ കൊന്ത, ഞാൻ എവിടെ പോയാലും എനിക്ക് കൊന്തയാണ് എൻ്റെ പ്രൊട്ടക്ഷൻ. ഞാൻ വാഹനങ്ങളുടെ മുമ്പിലിരുന്നാലും കൊന്ത ചൊല്ലും. ആൾക്കാരെന്നെ കളിയാക്കുമായിരുന്നു, നിനക്കെന്താ വട്ടാണോ, ഉപവാസം എടുക്കും. ഇപ്പോൾ നോയമ്പാണ്, ഹിന്ദുവാണ് ഞാൻ, എങ്കിലും ഞാൻ നോയമ്പെടുക്കും. എനിക്കറിയില്ല, എങ്കിലും എൻ്റെ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഞാൻ നോയമ്പിലാണ്. ഉടമ്പടിയിലും എല്ലാം ഞാൻ മുടങ്ങാതെ അച്ഛൻ്റെ ആരാധനകൾ, ധ്യാനം, ഇത് 6-7 വട്ടം ഞാൻ കേൾക്കും. ബൈബിൾ വായന എല്ലാം എൻ്റെ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. എല്ലാ വീടുകളിലും കൊണ്ട് ഞാൻ പത്രം കൊടുക്കും. എന്നെ നിരസിക്കുന്നവരുണ്ട്, എന്നെ സ്വീകരിക്കുന്നവരുണ്ട്, എന്നെ ആട്ടി ഓടിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവിടെയൊക്കെ മുമ്പിൽ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് നാണം കെടാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൃപാസനം പത്രം 1000കണക്കിനല്ല, 2000 അല്ല, എത്രയാണ് ഞാൻ കൊടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ വന്ന് 7-8 കെട്ട് പത്രമാണ്. വെല്ലൂർ കൊണ്ട് ഞാൻ 9 കെട്ട് തമിഴ് പത്രമാണ് അവിടുത്തെ ഹോസ്പിറ്റലിലും പള്ളിയിലും ഒക്കെ ഞാൻ കൊണ്ടു കൊടുത്തത്. ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ ഞങ്ങൾ കൊണ്ടു കൊടുത്തത്. പിന്നെ ഞാൻ ഇവിടെ എല്ലാ ജില്ലകളിലും ഞാൻ കൃപാസന പത്രം കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ പ്രശംസ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അമ്മ എന്നെ സ്വപ്നത്തിൽ കൂടി വന്ന് എൻ്റെ തലമുണ്ട് പാദം വരെ എന്നെ തഴുകുന്നതായി ഞാൻ സ്വപ്നം കണ്ട്. എല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ്. എൻ്റെ ഇളയമ്മക്ക് 10ാം ക്ലാസ്സിൽ മാർക്കൊന്നുമില്ലായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചതിൻ്റെ ഫലമായി എൻ്റെ മാതാവ് അവളെ ജയിപ്പിച്ചു. അതും എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, പത്രവിതരണമാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സ്നേഹധാര എന്ന സ്ഥലത്ത് ഞാൻ അന്തേവാസികളുടെ സ്ഥലത്ത് 3 മാസം പോയി ഞാൻ ജോലി ചെയ്യും.
പ്രിയമുള്ളവരെ, എല്ലാവരും ഉപേക്ഷിക്കുന്ന സ്ഥലമാണ് അവിടെ. നമ്മൾ ചെന്ന് അവരെ ചികിത്സിക്കണം. അവർക്ക് സാധനങ്ങളല്ല വാങ്ങിച്ചു കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം പോലെ നിങ്ങൾക്കും കിട്ടണം. ഉടമ്പടി പുതുക്കാത്തവർ ഒരുപാട് പേരുണ്ട്. ഞാൻ 17-18 പേരെ ഇവിടെ ഉടമ്പടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെല്ലാവരും ഒന്നും പാലിക്കുന്നില്ല. അതുപോലെ തന്നെ ജപമാല റാലിക്ക് 13 പേരെ ആദ്യത്തെ വർഷം കൊണ്ടുപോയി. 2023-ൽ 24-ൽ 15 പേരെ കൊണ്ടുപോയി. എനിക്ക് തരുന്ന അനുഗ്രഹങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും പറഞ്ഞാൽ തീരത്തില്ല. കോടാനുകോടി. എനിക്കൊന്നുമില്ല, എൻ്റെ വീട്ടിലൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിനെ, എൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് നടക്കുന്നത്, എൻ്റെ അമ്മ മാതാവ് എന്നെ കൊണ്ട് നടക്കുന്നത്. എനിക്കൊന്നുമില്ല, എനിക്ക് വാസയോഗ്യമായ വീടൊന്നുമില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥന മാത്രമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. നിങ്ങളും പ്രാർത്ഥിച്ചാൽ എൻ്റെ കർത്താവ് നിങ്ങളെ ഉള്ളം കൈ കൊണ്ട് നടക്കും. എൻ്റെ സാക്ഷ്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു നിർത്തുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു.